പൊടി, പൂമ്പൊടി, പുക എന്നിവയിൽ നിന്നുള്ള അലർജിയും പാരമ്പര്യവുമാണ് ആസ്മയുടെ പ്രധാന കാരണം എന്ന് നമുക്കറിയാം. എന്നാൽ പലർക്കും അറിയാത്ത ഒരു കാരണം ഒബിസിറ്റി അഥവാ അമിതവണ്ണം ആസ്മയുടെ ഒരു റിസ്ക് ഫാക്ടർ ആണ് എന്നുള്ളതാണ്. ഹായ്, ഐ എം ഡോക്ടർ ഷഹാന, കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ആൻഡ് ഇന്റൻസിവിസ്റ്റ്. ശരിക്കും എന്താണ് ഈ ആസ്മ? നമ്മുടെ ശ്വാസക്കോയലിൽ അഥവാ എയർവേയിൽ വീക്കവും നീർക്കെട്ടും കാരണമായി അത് ചുരുങ്ങിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് ആസ്മ. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് രാത്രിയും അതിരാവിലെയും ഉണ്ടാകുന്ന വരണ്ട ചുമ, ചെസ്റ്റ് ടൈറ്റ്നസ്, വീസിങ്, കിതപ്പ് എന്നിവയാണ്. അപ്പോൾ ഒബിസിറ്റി എങ്ങനെയാണ് ആസ്മയ്ക്ക് ഒരു റിസ്ക് ഫാക്ടർ ആകുന്നത്? അമിതവണ്ണമുള്ള ഒരാൾക്ക് ലങ് കപ്പാസിറ്റിയും ലങ് ഫങ്ഷനും കുറവായിരിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് ആസിഡ് റിഫ്ലക്സും സ്ലീപ്പ് ആപ്നിയയും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കാരണമായി ഇൻഹേലർ ഉപയോഗിച്ചാലും അവർക്ക് ആസ്മ ഫലപ്രദമായി കൺട്രോൾ ചെയ്യണമെന്നില്ല. ഇനി ഇത് എങ്ങനെ നിയന്ത്രിക്കാം? ഈ ലക്ഷണങ്ങളുള്ളവർ ഒരു പൾമനോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. മാക്സിമം ആസ്മ ട്രിഗേഴ്സിനെ അവോയ്ഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈറ്റിനനുസൃതമായിട്ടുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ അരിയാഹാരവും റിഫൈൻഡ് ഷുഗേഴ്സും ജങ്ക് ഫുഡ്സും മാക്സിമം അവോയ്ഡ് ചെയ്യുകയും എക്സസൈസ് ശീലമാക്കുകയും ചെയ്യുന്നതോടുകൂടി ഒബിസിറ്റി കൺട്രോൾ ചെയ്യാനും ആസ്മ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കുവാനും സാധിക്കുന്നതാണ്. ഇനി ആസ്മ ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യൂ. ഞാൻ സൊല്യൂഷൻ ഷെയർ ചെയ്യാം.